ഹായ് ഹലോ, നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടടയുടെ റെസിപ്പി നോക്കിയാലോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഓട്ടടൻ്റെ റെസിപ്പിയാണ്. അതിനായി നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച് പച്ചരി എടുക്കാം. നല്ല കഴുകി വൃത്തിയാക്കിയ പച്ചരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് ഓട്ടട ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് കേട്ടോ. അരിയുടെ കൂടെ നമുക്ക് 3 ടേബിൾ സ്പൂൺ ചോറും ചേർത്ത് കൊടുക്കാം. ചോറ് ചേർക്കുന്നത് ഓട്ടടയ്ക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ചോറ് അധികം മാറ്റി ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ ഭയങ്കര ഒട്ടലായിട്ട് വരും. ഇതിലേക്ക് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ അരിയുടെ കുറച്ച് താഴായിട്ട് വേണം ഒഴിക്കാൻ. നല്ല തിക്കായിട്ട് അരച്ചെടുക്കണം. തരി ഉണ്ടാവാനേ പാടില്ല കേട്ടോ. തേങ്ങയും അരിയുടെ കൂടെ അരച്ചെടുക്കാം. ഞാൻ അരച്ച് കഴിഞ്ഞതിന് ചുടുന്നതിന് മുൻപായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എനിക്ക് ഓട്ടടയിൽ ഇങ്ങനെ തേങ്ങ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ താല്പര്യമില്ലെങ്കിൽ നമുക്ക് അരി അരക്കേണ്ട കൂടെ തന്നെ തേങ്ങയും അരച്ചെടുക്കാം കേട്ടോ. അരച്ചെടുത്ത മാവ് ഒരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. ആ മിക്സി നമുക്കൊന്ന് ചുഴറ്റിയിട്ട് പരാം. ഈ തിക്കിൽ വേണം നമ്മുടെ മാവിരിക്കാൻ. ഇനി നമുക്കൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങയും ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഈ ടൈമിൽ അല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഓട്ടട ചുട്ടെടുക്കാനുള്ള പരിപാടി നോക്കാം. അതിനായി ഒരു ഓട്ടട ചട്ടി വെച്ച് ചട്ടിയിൽ എണ്ണ പുരട്ടണം കേട്ടോ. എണ്ണ പുരട്ടിയാൽ നമുക്ക് പെട്ടെന്ന് ഓട്ടട അടി കരിയാതെ പെട്ടെന്ന് ഇളകി പോരാൻ വേണ്ടിയിട്ടാണ്. എണ്ണ ഓവറായാലും ഒന്ന് തുടച്ച് കളയണം. ഞാൻ തുടച്ച് കളഞ്ഞിരുന്നു, ഇല്ലെങ്കിൽ നന്നായി കിട്ടില്ല. ഈ ഒരു തവണ മാത്രം എണ്ണ പുരട്ടിയാൽ മതി ചട്ടിയിൽ. പിന്നെ നമുക്ക് നമ്മുടെ മാവ് കൈകൊള്ളുന്നത് വരെ ചുട്ടങ്ങനെ എടുക്കാം. അടി പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ചട്ടിയിൽ നിന്ന് ഇളകിപ്പോരും. ഇനി ഓരോ തവി ബാറ്റർ ഒഴിച്ച് നമുക്ക് ഓരോ ഓട്ടടകളായിട്ട് ചുട്ടെടുക്കാം. ചുട്ടെടുക്കുമ്പോൾ നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലും ഒഴിച്ച് മൂടി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്കും, ലോ ഫ്ലെയിമിൻ്റെയും ഹൈ ഫ്ലെയിമിൻ്റെയും ഇടയിൽ ആക്കി കൊടുക്കുക. മീഡിയം തീയിലാക്കി കൊടുത്തിട്ട് നമുക്ക് ഓരോ ഓട്ടടയും ചുട്ടെടുക്കാം. ഓട്ടട വേവായി എന്നറിയാൻ ചട്ടിയുടെ മുകളിലും മൂടിക്ക് മുകളിലായിട്ട് ഇങ്ങനെ ആവി വരും. അപ്പോഴാണ് നമുക്ക് വേവായി എന്ന് മനസ്സിലാക്കാൻ പറ്റുക. അങ്ങനെ നമുക്ക് ഓരോ ഓട്ടടകളായിട്ട് ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഓട്ടടൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതുപോലെ ഇനി ഓട്ടട ഉണ്ടാക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ചിക്കൻ കറിയുടെ ഒക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഓട്ടട റെസിപ്പി. നല്ലൊരു ടേസ്റ്റി, നല്ല ആരെടുത്തൊരു ഓട്ടടൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുള്ളൂ. ചിലർ മാവിൽ വെളിച്ചെണ്ണയും ചേർക്കാറുണ്ട്. ഞാൻ ചേർത്തിട്ടില്ല. ഇത് ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഓട്ടടകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. നമുക്ക് ഓട്ടയുടെ അടിഭാഗമൊന്നും കരിയാതെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ പറയണേ.